എല്ലാവർക്കും യങ് മേക്കർ റേഡിയോയിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്ന് നമ്മൾ മഹ്റൂഫ് CM തയ്യാറാക്കിയ ഒരു ബുക്ക് സമ്മറിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ശരിയാണ്. നമ്മളിന്ന് കുറച്ചുകൂടി ആഴത്തിൽ നോക്കുന്നത് ലൈസ് മൈ ഡോക്ടർ ടോൾഡ് മീ എന്ന പുസ്തകത്തിലെ ചില കാര്യങ്ങളാണ്. ഡോക്ടർമാർ സാധാരണ തരുന്ന ചില ആരോഗ്യ ഉപദേശങ്ങൾ, അതിൽ ഈ പുസ്തകം നുണകൾ എന്ന് പറയുന്ന ചില കാര്യങ്ങൾ, അതാണ് നമ്മൾ സംസാരിക്കുന്നത്. അതെ. ഒരു കാര്യം ഓർക്കണം, ഇതൊരു മെഡിക്കൽ അഡ്വൈസ് അല്ല കേട്ടോ. തീർച്ചയായും അല്ല. നമ്മുടെ ലക്ഷ്യം നിങ്ങൾക്ക് കിട്ടുന്ന ആരോഗ്യ വിവരങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി ചിന്തിക്കാനും സ്വന്തമായിട്ടൊന്ന് റിസർച്ച് ചെയ്യാനും പിന്നെ ഡോക്ടറുമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാനുമൊക്കെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ്. അതെ. ഏതെങ്കിലും മരുന്ന് തുടങ്ങുന്നതിനോ നിർത്തുന്നതിനോ മുൻപ് ഡോക്ടറോട് സംസാരിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തേടാനുമൊക്കെ ഈ സംസാരം നിങ്ങളെ സഹായിക്കും എന്ന് കരുതുന്നു. ശരിയാണ്. നമ്മൾ ആരോഗ്യത്തെക്കുറിച്ച് വിശ്വസിക്കുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ പുസ്തകം പറയുന്നത് പോലെ അത്ര ശരിയല്ലായിരിക്കാം. അതെ, അതൊരു ഞെട്ടലുണ്ടാക്കുന്ന കാര്യമാണ്. നല്ല ഉദ്ദേശത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർ പോലും ചിലപ്പോ കാലഹരണപ്പെട്ടതോ അല്ലെങ്കിൽ തെറ്റായതോ ആയ ഉപദേശങ്ങൾ നൽകാൻ സാധ്യതയുണ്ട് എന്ന് പുസ്തകം പറയുന്നു. അതെന്തുകൊണ്ടാ? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. പുസ്തകം പറയുന്നത് ഇത് വെറും ഡോക്ടർമാരുടെ ഒരു ശ്രദ്ധക്കുറവല്ല. മറിച്ച് പലപ്പോഴും അവർക്ക് ഭയങ്കര ജോലിഭാരമാണ്. പിന്നെ സമയം കിട്ടുന്നില്ല. ഓരോ രോഗിക്കും വേണ്ടത്ര സമയം കൊടുക്കാൻ പറ്റില്ല. ശരിയാണ്. പിന്നെ മെഡിക്കൽ ഫീൽഡിൽ ഗവേഷണങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അതെല്ലാം അപ്ഡേറ്റഡ് ആയിരിക്കാൻ ചിലപ്പോൾ പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ തുടക്കത്തിൽ നല്ല താല്പര്യമൊക്കെയുള്ള ഡോക്ടർമാർ പോലും ഈ സിസ്റ്റത്തിന്റെ സമ്മർദ്ദം കാരണം ചിലപ്പോൾ കുറച്ചൊന്ന് തളർന്നു പോയേക്കാമെന്ന് പുസ്തകം പറയുന്നുണ്ട്. അതുകൊണ്ട് രോഗികൾ കുറച്ചുകൂടി സ്വന്തം കാര്യത്തിൽ ശ്രദ്ധിക്കണം. അപ്പോൾ ഡോക്ടർമാർക്കെല്ലാം അറിയാം എന്നൊരു ധാരണയുണ്ടല്ലോ നമുക്ക്. അതിനെയാണ് ഈ പുസ്തകം ചോദ്യം ചെയ്യുന്നത്, അല്ലേ? അതെ, തീർച്ചയായും. രോഗികൾ കുറച്ചുകൂടി ഉത്തരവാദിത്തം കാണിക്കണം, സ്വന്തമായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം. പക്ഷെ ഡോക്ടറുടെ ഉപദേശം കേൾക്കുമ്പോൾ തന്നെ സ്വന്തം ഒരു യുക്തിയും കോമൺ സെൻസും ഉപയോഗിക്കണം. ശരി. പിന്നെ ഈ ഗവേഷണ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ അതിന്റെ പിന്നിൽ വല്ല സാമ്പത്തിക താല്പര്യങ്ങളുണ്ടോയെന്ന് നോക്കണം. ഫാർമ കമ്പനികളുടെ കാര്യമൊക്കെ. അതെ. ചിലപ്പോൾ മരുന്ന് കമ്പനികൾ സ്പോൺസർ ചെയ്യുന്ന സ്റ്റഡീസ് അവർക്ക് അനുകൂലമായിരിക്കാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ അസോസിയേഷൻ വേഴ്സസ് കോസേഷൻ. അതൊന്ന് വിശദീകരിക്കാമോ? എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുന്ന കാര്യമാണത്. പറയാം. ഉദാഹരണത്തിന് വേനൽക്കാലത്ത് ഐസ്ക്രീം വിൽപ്പന കൂടുന്നു, കടലിൽ മുങ്ങിമരിക്കുന്നവരുടെ എണ്ണവും കൂടുന്നു. ഇത് തമ്മിലൊരു ബന്ധമുണ്ട്. അതാണ് അസോസിയേഷൻ. ശരി. പക്ഷേ ഐസ്ക്രീം കഴിക്കുന്നത് കൊണ്ടല്ലല്ലോ ആള് മുങ്ങിമരിക്കുന്നത്. അല്ല. അപ്പോൾ അവിടെ കോസേഷൻ ഇല്ല. ചൂടാണ് രണ്ടിനും കാരണം. ഇതുപോലെയാണ് ആരോഗ്യത്തിലും. HDL, നല്ല കൊളസ്ട്രോൾ എന്ന് പറയില്ലേ, പറയും. അത് കൂടുതലുള്ളവർക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന് പഠനങ്ങളുണ്ട്. അത് അസോസിയേഷൻ. അപ്പൊ കരുതും HDL കൂട്ടാനുള്ള മരുന്ന് കഴിച്ചാൽ ഹൃദ്രോഗം കുറയുമെന്ന്. പക്ഷേ പിന്നീട് നടന്ന പഠനങ്ങൾ കാണിച്ചത് അങ്ങനെയല്ല എന്നാണ്. HDL കൂടുന്നതും ഹൃദ്രോഗം കുറയുന്നതും തമ്മിൽ ബന്ധമുണ്ട്. പക്ഷേ HDL കൃത്രിമമായി കൂട്ടുന്നത് ഹൃദ്രോഗം കുറയ്ക്കാൻ കാരണമാകുന്നില്ല. കോസേഷൻ ഇല്ല. ശരി, മനസ്സിലായി. ഇതുപോലെ ചില തെറ്റായ ധാരണകള്. മുട്ട ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊക്കെ പണ്ട് പറഞ്ഞിരുന്നത്, അതൊക്കെ തെറ്റാണെന്ന് തെളിഞ്ഞാലും സമൂഹത്തിൽ അങ്ങനെ നിൽക്കും. അത് ശരിയാണ്. അപ്പോൾ ഭക്ഷണകാര്യത്തിൽ വേറെയുമുണ്ടല്ലോ ഇതുപോലെ. കൊഴുപ്പ് കഴിച്ചാൽ തടി കൂടും എന്നതൊരു വലിയ നുണയാണെന്ന് പുസ്തകം പറയുന്നു. അതെ. അതൊരു വലിയ മിഥ്യാധാരണയാണെന്നാണ് വാദം. കർഷകർ മൃഗങ്ങളെ തടിവെപ്പിക്കാൻ ധാന്യങ്ങളും അന്നജവുമാണ് കൊടുക്കുന്നത്, കൊഴുപ്പല്ല. ആ ഒരു ലോജിക്ക് പുസ്തകം പറയുന്നുണ്ട്. പിന്നെ ഗ്രന്ഥകർത്താവിന് വ്യക്തിപരമായിട്ട് ഈ ആറ്റ്കിൻസ് ഡയറ്റ്, അതായത് അന്നജം കുറഞ്ഞ ഡയറ്റ്, അത് നോക്കിയപ്പോൾ ഭാരം കുറഞ്ഞ അനുഭവവും പറയുന്നുണ്ട്. പിന്നെ ആ പാലിന്റെ കാര്യം, അത് ശരിക്കും ഞെട്ടിച്ചു. നമ്മളൊക്കെ കേട്ടു വളർന്നത് പാല് എല്ലിന് നല്ലതാണെന്നല്ലേ. ആ വിശ്വാസത്തെയും പുസ്തകം ചോദ്യം ചെയ്യുന്നുണ്ട്. അതെങ്ങനെ? പാൽ ഒരുപാട് ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ എല്ല് തേയ്മാനം, അതായത് ഓസ്റ്റിയോപൊറോസിസ്, അതും കൂടുതലാണെന്ന് ചില പഠനങ്ങൾ പറയുന്നു. പിന്നെ വേറൊരു കാര്യം, മറ്റു മൃഗങ്ങളൊന്നും വലുതായി കഴിഞ്ഞിട്ട് പാല് കുടിക്കുന്നില്ലല്ലോ. ആ ഒരു കോമൺ സെൻസ് പോയിന്റും പറയുന്നു. ശരിയാണ്. കാൽസ്യം കിട്ടാൻ ഇലക്കറികളൊക്കെ ധാരാളം മതിയെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകളും പിന്നെ ആരോഗ്യ വിവരങ്ങളിലെ ഈ സങ്കീർണതകളും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അതായത് രോഗികള് എന്താണ് ചെയ്യേണ്ടത്? എന്താണ് നമ്മുടെ പങ്ക്? നോക്കൂ, നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ ശരീരം, അതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അതാണ് പുസ്തകം ഓർമ്മിപ്പിക്കുന്നത്. ഡോക്ടർമാരോട് ബഹുമാനത്തോടെ തന്നെ സംശയങ്ങൾ ചോദിക്കാം.
എന്തുകൊണ്ട് ഈ മരുന്ന്, ഇതിന്റെ ഗുണങ്ങളെന്തൊക്കെ, ദോഷങ്ങളെന്തൊക്കെ, വേറെ വഴികളുണ്ടോ? ശരി. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരുടെ ഒരു ജിജ്ഞാസയുണർത്താൻ ശ്രമിക്കാം. ഓക്കെ. അറിവോടെ സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് തീരുമാനമെടുക്കുന്ന രോഗി, അതാണ് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. അത് നല്ലൊരു ഡോക്ടർ-രോഗി ബന്ധത്തിനും സഹായിക്കും. ഇത് ഡോക്ടർമാർക്കെതിരല്ല. അതെ, തീർച്ചയായും. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണത്തിന്റെ ഒരു കാതലിതാണ്. ആരോഗ്യത്തെക്കുറിച്ച് എന്ത് കേട്ടാലും അത് ആരു പറഞ്ഞതാണെങ്കിലും ഒന്ന് ചോദ്യം ചെയ്യുക. സ്വന്തമായി വിവരങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക. ഡോക്ടർ തരുന്ന ഉപദേശമാണെങ്കിൽ പോലും അതിനെ ഒന്ന് വിമർശനാത്മകമായി സമീപിക്കുക. അതെ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഇതൊരു മെഡിക്കൽ ഉപദേശമല്ല, ലൈസ് മൈ ഡോക്ടർ ടോൾഡ് മീ എന്ന പുസ്തകത്തിലെ ചിന്തകളെക്കുറിച്ചുള്ളൊരു ചർച്ച മാത്രം. തീർച്ചയായും. പുസ്തകം പറയുന്ന പ്രധാന കാര്യം, നമ്മൾ സാമാന്യബോധമെന്ന് കരുതുന്ന പല ആരോഗ്യ വിശ്വാസങ്ങളും ഒരുപക്ഷേ ശരിയായ ശാസ്ത്രീയ അടിത്തറയില്ലാത്തതാകാം, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടതാകാം, ചിലപ്പോ ചില വ്യവസായ താൽപ്പര്യങ്ങൾ കൊണ്ടാകാം. കൊഴുപ്പിന്റെയും പാലിന്റെയും കാര്യം നമ്മൾ പറഞ്ഞല്ലോ. അതുപോലെ നിങ്ങൾ സത്യമെന്ന് വിശ്വസിക്കുന്ന മറ്റ് സാമാന്യബോധ ആരോഗ്യ കാര്യങ്ങൾ ഏതൊക്കെ ആവാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടത്. എപ്പോഴെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ?